ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ആപ്പിൾ ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസ് തിക്കായിട്ടുള്ളതല്ല, ഒരു ആപ്പിൾ ലൈം ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് ജ്യൂസേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ ആപ്പിളാണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസോളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇത് തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോവരുത്. പിന്നെ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് ആണെങ്കിൽ ഒരു ഫുൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ പകുതി ചെറുനാരങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര മധുരം വേണോ അതനുസരിച്ചിട്ട്, ആപ്പിളിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം ഷുഗർ ഇട്ട് കൊടുക്കുക. ചില ആപ്പിളിന് ഒട്ടും മധുരം കാണില്ല, ഒരു പുളിപ്പായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അരഞ്ഞിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മാത്രം നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുടിക്കാം, പക്ഷേ ഇത് കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ ഒരു ലൈം ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് സെർവ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹണി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹണി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു നല്ല കളറും കിട്ടും, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടും. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും 2 ചെറിയ പീസ് നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഇടുന്നത് ചുമ്മാ ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.